കണ്ണഞ്ചിപ്പിക്കുന്ന പരിപാടികളോടെ അമേരിക്കയിലെ ചൈനീസ് സമൂഹം അവരുടെ പുതുവത്സരം ആഘോഷിച്ചു. ഈ ആഘോഷ കാഴ്ചകളിലേക്ക് ക്യാമറ കണ്ണുകൾ തുറന്നുകൊണ്ട് MCN ടെലിവിഷന്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സജിൽ ജോർജ്. ഈ ആഴ്ചയിലെ ഹൈലൈറ്റ്സ്. 2016 പ്രസിഡന്റ് ഒരു വനിതയായിരിക്കുമെന്ന റിപ്പോർട്ട്. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ. കൃത്രിമ മനുഷ്യൻ ലാബിൽ പിറവിയെടുക്കുന്നു. എയർപോർട്ടിൽ മുയലുകളുടെ കുസൃതി. ആനന്ദ് ജോണിന്റെ മോചനത്തിനായി അമ്മയും സഹോദരിയും. വ്യത്യസ്തങ്ങളായ വാർത്താ ശകലങ്ങളുമായി കാഴ്ച ഈ ആഴ്ച ആരംഭിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. കണ്ണഞ്ചിപ്പിക്കുന്ന പരിപാടികളോടെ ചൈനീസ് ന്യൂ ഇയർ അമേരിക്കയൊട്ടാകെ ആഘോഷിച്ചു. ന്യൂയോർക്ക് മുതൽ സാൻ ഫ്രാൻസിസ്കോ വരെ വൈവിധ്യമാർന്ന പരിപാടികളോടെ പുതുവത്സര ആഘോഷം നടന്നു. മൻഹാട്ടനിലെ ലിറ്റിൽ ഇറ്റലി മുതൽ ചൈന ടൗൺ വരെ വർണ്ണോജ്വലമായ ഘോഷയാത്ര ഉണ്ടായിരുന്നു. മാർച്ചിംഗ് ബാൻഡുകൾ, ഫ്ലോട്ടുകൾ എന്നിവയൊക്കെ ഉൾപ്പെടെ ഘോഷയാത്രയിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ചൈനയുടെ പരമ്പരാഗത സമ്പ്രദായമനുസരിച്ച് വസന്തോത്സവമായിട്ടാണ് പുതുവത്സരാഘോഷത്തെ അവർ കാണുന്നത്. പാമ്പിൻ്റെ വർഷമായാണ് 2013 അവർ വരവേൽക്കുന്നത്. കഴിഞ്ഞ വർഷം അത് വ്യാളിയായിരുന്നു. അടുത്ത വർഷം കുതിരയുടേതാണ്. അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനമൊഴിഞ്ഞ വിദേശകാര്യ സെക്രട്ടറി ഹിലരി ക്ലിന്റൺ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഒരു വനിത തന്നെ US പ്രസിഡന്റ് സ്ഥാനത്തെത്തുമെന്ന് അഭിപ്രായ സർവേ. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഹിലരി ക്ലിന്റനും കോണ്ടലീസ റൈസിനുമാണെന്ന് ഇതു സംബന്ധിച്ച് നടന്ന സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ഇരുവർക്കും ഏറെ സമാനതകളുണ്ട്. രണ്ടുപേരും മുൻ US സെക്രട്ടറിമാർ, രണ്ടുപേരും വനിതകളും. ഒബാമ ഭരണകൂടം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കുടിയേറ്റ നിയമപരിഷ്കരണ ബില്ലിൻ്റെ കരടിന് രൂപം നൽകി. ബില്ലിൻ്റെ കരട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി വിവിധ മന്ത്രാലയങ്ങൾക്ക് അയച്ചുകൊടുത്തു. ബില്ലിലെ നിർദ്ദേശമനുസരിച്ച് രാജ്യത്തുള്ള 1,10,00,000 അനധികൃത കുടിയേറ്റക്കാർക്കും ഉടൻ പൗരത്വം നൽകില്ല. ഇതിനു പകരം ബിൽ നിയമമായി 8 വർഷം പൂർത്തിയാകുകയോ നിയമപരമായി വിസ ലഭിച്ച് 1 മാസം തികയുകയോ ചെയ്താൽ ഇവർക്ക് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് നൽകും. ഇതിൽ ഏതു തീയതിയാണോ ആദ്യം വരുന്നത് അതായിരിക്കും ആദ്യം പരിഗണിക്കുക. കുട്ടികളായിരിക്കെ US-ലെത്തുകയും നിയമപരമായി അനധികൃത കുടിയേറ്റക്കാരായി തുടരുകയും ചെയ്യുന്ന യുവാക്കളുടെ കാര്യത്തിൽ നിയമം പ്രാബല്യത്തിൽ വന്ന് 2 വർഷം പൂർത്തിയായാൽ ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാനാവുമെന്നും ബില്ല് നിർദ്ദേശിക്കുന്നു. കരട് ബില്ലിൻ്റെ പകർപ്പ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾക്കും അതിർത്തി സുരക്ഷാ സേനയ്ക്കും സർക്കാർ അയച്ചുകൊടുത്തിട്ടുണ്ട്. അവധി ദിനമായ ഞായറാഴ്ച ഗോൾഫ് കളിക്കാനെത്തിയ പ്രസിഡന്റ് ബറാക്ക് ഒബാമയ്ക്ക് ലഭിച്ചത് അപ്രതീക്ഷ പങ്കാളിയെ. വേറെ ആരുമല്ല, ഗോൾഫ് ഇതിഹാസവും ലോക 2ാം റാങ്കുകാരനുമായ ടൈഗർ വുഡ്സിന് തന്നെ. ഫ്ലോറിഡയിലെ ഗോൾഫ് ക്ലബ്ബിലായിരുന്നു ഒബാമയുടെയും ടൈഗർ വുഡ്സിൻ്റെയും ഗോൾഫ് കളി. അതേസമയം ഒബാമയും വുഡ്സും ഒരുമിച്ച് ഗോൾഫ് കളിച്ചുവെന്ന വാർത്ത സ്ഥിരീകരിക്കാൻ വൈറ്റ് ഹൗസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. 3 ദിവസത്തെ ഗോൾഫ് കളിക്കാണ് ഒബാമ വൈറ്റ് ഹൗസിൽ നിന്ന് ഫ്ലോറിഡയിൽ എത്തിയത്. പത്നി മിഷേലും മക്കളായ മലിയ, സാഷ എന്നിവരും കൊളറാഡോയിൽ സ്കീയിങ് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 4 ദിവസം അവധി അടിച്ചു പൊളിക്കാൻ ടെക്സാസിലെ ഗാൽവെസ്റ്റണിൽ നിന്ന് മെക്സിക്കോയിലെ കോസുമെലിലേക്ക് ഉല്ലാസയാത്രയ്ക്ക് പോയി എഞ്ചിൻ തകരാറ് മൂലം ദുരിതത്തിലായ കാർണിവൽ ക്രൂയിസിൻ്റെ ഡ്രാംബ് എന്ന കപ്പൽ അലബാമയിലെ മൊബീലിൽ എത്തി. യാത്ര തുടങ്ങി 3-ാം ദിവസമാണ് എഞ്ചിനിൽ തീപിടുത്തമുണ്ടായത്. തുടർന്ന് ജനറേറ്ററുകൾ നിശ്ചലമായി. ഇതോടെ എല്ലാം താറുമാറാകുകയും ചെയ്തു. 14 നിലകളുള്ള കപ്പലിൻ്റെ മുകൾ തട്ടിൽ കടൽക്കാറ്റ് മാത്രമായിരുന്നു യാത്രക്കാർക്ക് ആശ്വാസം. 4200 പേരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. വെള്ളവും ഭക്ഷണവും ബാത്റൂമും സൗകര്യങ്ങളുമില്ലാതെ യാത്രക്കാരും ജീവനക്കാരും ഏറെ കഷ്ടപ്പെട്ടു. ഒടുവിൽ കപ്പൽ കെട്ടിവലിച്ച് മൊബീലിൽ എത്തിയതോടെയാണ് എല്ലാവർക്കും ശ്വാസം നേരെ വീണത്.
റീഫണ്ട് നൽകുകയും മറ്റൊരു ഉല്ലാസയാത്രയ്ക്ക് ഫ്രീ ടിക്കറ്റ് നൽകുകയും യാത്രക്കാരെ പ്രീണിപ്പിക്കുവാനുള്ള യത്നത്തിലാണ് കാർണിവൽ ക്രൂയിസ് അധികൃതർ. ന്യൂയോർക്കിൽ ജയിലിൽ കഴിയുന്ന ഇന്ത്യൻ ഫാഷൻ ഡിസൈനർ ആനന്ദ് ജോണിന്റെ മോചനത്തിനായി ഇന്ത്യൻ സർക്കാരിന്റെ സഹായം തേടുമെന്ന് കുടുംബാംഗങ്ങൾ. ന്യൂയോർക്ക് കോടതി ആനന്ദിനെതിരെ ചുമത്തിയ 18 കേസുകൾ പിൻവലിച്ച സാഹചര്യത്തിൽ ആനന്ദിനെതിരെ ലോസ് ഏഞ്ചൽസ് പോലീസ് കള്ളക്കേസുകൾ ചമയ്ക്കുകയായിരുന്നുവെന്ന് വ്യക്തമായെന്നും ആനന്ദ് ജോണിന്റെ സഹോദരി സഞ്ജന ജോൺ പറഞ്ഞു. ആനന്ദിനെതിരായുള്ള രേഖകൾ വിട്ടുകിട്ടാനായി ലോസ് ഏഞ്ചൽസ് പോലീസുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കേസിൽ അദ്ദേഹം കുറ്റസമ്മതം നടത്തിയതെന്നും സഞ്ജന അറിയിച്ചു. രേഖകളെല്ലാം അനുകൂലമായതിനാൽ ആനന്ദിനെ മോചിപ്പിക്കാനാകുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് അമ്മ ശശി എബ്രഹാം പറഞ്ഞു. ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും ലഭിച്ചിട്ടില്ല. ഇനിയെങ്കിലും ആനന്ദിനെ തിരികെ ഇന്ത്യയിലെത്തിക്കാൻ ഇന്ത്യൻ ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കുകയാണ് എന്നും ആനന്ദിൻ്റെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. ലൂസിയാന ഗവർണർ ബോബി ജിൻഡാൽ 2016 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തയ്യാറാകുന്നതായി റിപ്പോർട്ട്. സൂര്യൻ കിഴക്കുദിക്കുന്നുവെന്ന് പറയുന്നത് പോലെ ജിൻഡാലിൻ്റെ കാര്യവും ഉറപ്പായ സത്യമാണെന്ന് ലൂസിയാന യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായ ബോബ് മാൻ പറയുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഉദിച്ചുയരുന്ന താരമായ ജിൻഡാലിൻ്റെ പ്രവർത്തനം ഇപ്പോൾ മുഴുവൻ US ജനതയെയും ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് അദ്ദേഹത്തെ വിലയിരുത്തുന്ന നിരീക്ഷകർ പറയുന്നു. ഭരണരംഗത്തെ അദ്ദേഹത്തിൻ്റെ നടപടികൾ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ന്യൂടൗൺ വെടിവെപ്പിൽ മരിച്ച അധ്യാപകർക്ക് പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ആദരാഞ്ജലി. വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിൽ നടന്ന ചടങ്ങിൽ ന്യൂടൗൺ സ്കൂൾ വെടിവെപ്പിൽ മരിച്ച 6 അധ്യാപകർക്കായി പ്രഖ്യാപിച്ച പ്രസിഡന്റ് മെഡൽ ബന്ധുക്കൾക്ക് സമ്മാനിച്ച് സംസാരിക്കവെയാണ് ഒബാമ വികാരാധീതനായത്. Anne-Marie Murphy, when they showed up for work at Sandy Hook Elementary on December 14th of last year, they expected a day like any other, doing what was right for their kids. Spent a chilly morning readying classrooms and welcoming young students. They had no idea that evil was about to strike. And when it did, they could have taken shelter by themselves. They could have focused on their own safety, on their own well-being, but they didn't. They gave their lives to protect the precious children in their care. They gave all they had for the most innocent and helpless among us. And that's what we honor today. The courageous heart, the selfless spirit, the inspiring actions of extraordinary Americans, extraordinary citizens. We are a nation of 315 million people. Out of all these folks, around 6,000 were nominated for this medal, and today you're the ones receiving it. അവർക്ക് വേണമെങ്കിൽ സ്വന്തം സുരക്ഷ മാത്രം നോക്കാമായിരുന്നു. അവരത് ചെയ്തില്ല. വിലമതിക്കാനാവാത്ത കുട്ടികളുടെ ജീവിതത്തിനായി അവർ സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിക്കുകയായിരുന്നു. നമ്മൾക്കിടയിലെ ഏറ്റവും നിഷ്കളങ്കരും നിസ്സഹായരുമായ കുട്ടികളെ സംരക്ഷിക്കാനാണ് അവർ അവരുടെ ജീവൻ നൽകിയത്, ഒബാമ പറഞ്ഞു. വെടിവെപ്പ് നടന്ന സാൻഡി ഹുക്ക് സ്കൂളിലെ അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും സാൻഡി ഹുക്ക് സ്കൂൾ പ്രിൻസിപ്പളും ചടങ്ങിൽ സംബന്ധിച്ചു. കാഴ്ച ഈ ആഴ്ച ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരും. പ്ലീസ് സ്റ്റേ വിത്ത് us.